അസ്സലാമലൈക്കും മുത്തുമണീസ്. ഞാനിന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ മനസ്സും ശരീരം ഒരേപോലെ നമുക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അതോ പറ്റുമോ, അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെറിയൊരു വിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംസാരം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളേ, കുഴപ്പമില്ല. അപ്പം എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. എങ്ങനെ നമ്മളുടെ ഒരു മനസ്സും ശരീരം എങ്ങനെ സന്തോഷമായിട്ട് വെക്കാൻ കഴിയും, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾക്ക് ഒരിക്കലും എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാനോ നമുക്ക് കഴിയൂല അല്ലേ. നമ്മൾ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും, നമുക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയൊക്കെ നമുക്ക് വരുന്നുണ്ടാവും. നമ്മളുടെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും എല്ലാത്തിനോടും ഓരോ പരാതികളാണ്, നമുക്ക് ഒന്നിനോടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അല്ലേ. എന്ത് കാര്യത്തിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ഓരോ പരാതികളും പരിഭവങ്ങളും ആയിരിക്കും അല്ലേ. ഇതൊക്കെ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി തരുന്ന ഓരോ സംഭവങ്ങളാണ്. ഇപ്പോൾ ഓരോ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ നെഗറ്റീവ് എനർജിനൊന്നും നമുക്ക് മാറ്റാൻ കഴിയൂല, എപ്പോഴും നമുക്ക് സന്തോഷം ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കാൻ കഴിയൂല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, നമ്മളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ ആർക്കാണോ നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും മാറ്റാനും കഴിയുന്നത് എന്നുണ്ടെങ്കിൽ ഓലേക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയും. എൻ്റെ ഒരു അഭിപ്രായമാണത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ ഒരു ഇടപെടൽ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. അയൽവാസിൻ്റെ വീട്ടിലേക്കൊക്കെ ഒരു എത്തിനോട്ടം, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടുതലാക്കാരം. ഓലെന്താ ചെയ്യണത്, ഇവരെന്താ ചെയ്യണത്, അതായത് ഓലെ പറ്റി 4 വർത്താനം അങ്ങോട്ട് പറയാം. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അവനവൻ്റെ കാര്യത്തിലേക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇതുള്ളൂ. നിങ്ങൾ ഈ പരാതി പറച്ചിൽ നിർത്തലും അതുപോലെ പരാതി കേൾക്കൽ നിർത്തലും ചെയ്ത് നമ്മളുടെ ഒരു കാര്യത്തിലേക്ക് നമ്മളുടേതായ ഒരു കാര്യത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ എത്ര ആൾക്കാർ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഡെയിലി മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് ഓലെ തല നരച്ചിക്കണു, ഓൻ്റെ മുടി നരച്ചിക്കണ്, അല്ലെങ്കിൽ ഓനക്ക് എങ്ങനെയാണ്, ഓൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നല്ലാതെ ആരൊക്കെ നമ്മളെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തിയിരുന്നു. നമ്മളോട് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും, എടാ ഇന്നത്തെ ഡ്രസ്സ് നീ ഇട്ട ഡ്രസ്സൊന്നും പോരാട്ടോ, അല്ലെങ്കിൽ ഈ എന്നിട്ട ആ ഒരു ഡ്രസ്സും അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊന്നും അത്രക്ക് കൊള്ളൂല കേട്ടോ എന്നൊക്കെ നമ്മളെ അടുത്ത് വേറൊരാൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എത്ര ആൾക്കാർ നമ്മളേതായ ഒരു സെൽഫായിട്ട് നമ്മളെ ഒന്ന് നോക്കും, നമ്മളെ ഒന്ന് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്? അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആരൊക്കെ കണ്ണാടി പോയി ഒന്ന് നോക്കലുണ്ട്? നമ്മളെല്ലാവരും ഡെയിലി കണ്ണാടി കാണുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ നമ്മളെ കുട്ടികളെ സ്കൂളിലേക്ക് ഒരുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓലെ മാറ്റി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡുമാരോ ഓലെ എടുത്ത് പോയി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കോ പോകുമ്പോഴോ നമ്മൾ കണ്ണാടി നോക്കുന്നുണ്ടാവും. പക്ഷേ ആരൊക്കെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊന്നും അല്ലാതെ ആരൊക്കെ ഒറ്റയ്ക്ക് പോയി കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നമ്മളെ ലൈഫിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മളുടെ ബോഡിക്ക് ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ടാവും അല്ലേ. ആരൊക്കെ ഇത് നോക്കാറുണ്ട്, എൻ്റെ മുടി എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ എങ്ങനെയാണ്, ചുളിഞ്ഞു പോയോ അല്ലെങ്കിൽ നിര വന്നിക്കണോ, ആരൊക്കെ ഇതിങ്ങനെ ഒന്ന് കുറച്ച് ഡീപ്പായിട്ട് നോക്കാൻ ആർക്കാണ് ടൈം കിട്ടാറ് അല്ലേ. സത്യം പറഞ്ഞാൽ നമുക്ക് അതിനൊന്നും ടൈമില്ല. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മളെ കുട്ടികളുടെ ആണെങ്കിലും നമ്മളുടെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും നമ്മളെ മറന്നിട്ട് നമ്മൾ ഓൾഡൊക്കെ കാര്യത്തിൽ നമ്മൾ ഇടപെടും അല്ലേ. നമ്മളെ നോക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒന്നുമില്ല ടൈം നമ്മൾ കണ്ടെത്തുമില്ല, അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യലുമില്ല അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, നമ്മളെ മനസ്സിനെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിനെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും ഓട്ടോമാറ്റിക്കലി
ചേഞ്ചായി വരും. ഇപ്പം നമുക്ക് ഒരു ഒരു രാവിലെ നമ്മളുടെ ഒരു മോർണിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. നമ്മൾ ഇച്ചിരി നേരത്തെ നീക്കാന്ന് വിചാരിക്കുക. നമ്മൾ എന്നും നീക്കണേക്കാട്ടിലും കുറച്ച് നേരത്തെ നീക്കുക. ഒരു 15 മിനിറ്റ് നേരത്തെ നീച്ച് നമ്മളുടെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നമുക്കായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ രാവിലെ എന്തൊക്കെ നമ്മൾ ഫുഡും കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എങ്ങടെയും പുറത്തേക്ക് പോകാനുണ്ടോ, ഇന്നത്തെ ഡേയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നില്ല ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഇതിപ്പോൾ എന്താ ലിസ്റ്റ് ഉണ്ടായി എഴുതാനൊക്കെ എനിക്കിപ്പോൾ എവിടെ ടൈം, ഞാനൊന്നും എഴുതാനൊന്നും അങ്ങനെ അതിനൊന്നും ഞാൻ നിൽക്കില്ല. ഒറ്റയടിക്ക് നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് പോവാതെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണതും നമ്മൾ ഓരോ പോയിൻ്റ് വൈസായിട്ട് നമ്മൾ എഴുതി വെച്ച് അത് ടിക്കിട്ട് നൈറ്റ് ആവുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ബുക്കുണ്ട്. നമ്മളെ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ. വീട്ടമ്മമാരുടെ കാര്യം കേട്ടോ ഞാൻ പറയണത്. നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കഴിവുകളൊന്നും നമ്മൾ തന്നെ അറിയണില്ല, തിരിച്ചറിയണില്ല. നമ്മൾ ചിലപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പം നമുക്കായിട്ട് ഒരു സ്ഥലം അല്ലെങ്കിൽ നമുക്കായിട്ടൊരു ബുക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിനൊരു സന്തോഷമാണ്. ആ ബുക്കിൽ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ ചെയ്ത് തീർക്കുമ്പോൾ അത് ടിക്കിടുമ്പോൾ നമ്മളെ മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ അതുപോലെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ നൈറ്റുകളിൽ ഞാൻ നൈറ്റാണ് ചൂസ് ചെയ്യാറ്. നൈറ്റിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്കായിട്ട് അവിടെ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഹെയർ കെയറിനാണെങ്കിലോ അല്ലെങ്കിൽ സ്കിൻ കെയറിനാണെങ്കിലോ ഇതൊന്നും പൈസ ചിലവില്ല കാര്യം. നമ്മളൊന്ന് വിചാരിച്ചാൽ നമ്മളെ മൈൻഡിനെ നമ്മളൊന്ന് മാറ്റാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാവുന്ന സന്തോഷങ്ങളേ ഇതുള്ളൂ. ഇപ്പം നമുക്ക് ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേണി അല്ലെങ്കിൽ നമുക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ച് സ്കിൻ കെയർ ആയിക്കോട്ടെ, ഹെയർ കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ഓരോ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങളെടുത്ത് പറയുന്ന പോലെ ഞങ്ങളെടുത്ത് ഷെയർ ചെയ്യണത് എന്താ വെച്ചാൽ ഞാനിതൊക്കെ മുമ്പേ പരീക്ഷിച്ച് നോക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് എനിക്ക് ഒരു ഫലം കണ്ടു എൻ്റെ ലൈഫിൽ. എൻ്റെ അടുത്ത് വന്ന് ഓരോരുത്തർ ചോദിക്കലും എടുത്തി നീ ഇങ്ങനെ മാറി, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന്. ഒരുപാട് കളിയാക്കലുകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് എൻ്റെ വെയിറ്റ് ലോസ് ജേണിൻ്റെ ആ ഒരു ടൈമിലൊക്കെ. നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഇവൾ ഈ ഫുഡൊന്നും കഴിക്കൂല, അവൾക്ക് ഡയറ്റാണ്, ഇതൊക്കെ തിന്നോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സന്തോഷമാണ്. ഞാൻ എത്ര കഴിക്കണമെന്നും ഞാൻ എങ്ങനെ എന്ത് ചെയ്യണമെന്നും നമ്മൾ മറ്റുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ ഒരു മൈൻഡിന് എൻ്റെ ഒരു മൈൻഡിന് ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തിക്കൂടി. എനിക്ക് ഇത്ര ഫുഡേ ഞാൻ കഴിക്കുള്ളൂ എന്ന് എൻ്റെ മൈൻഡിന് ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തിയതുകൊണ്ട് എനിക്ക് ഇനി അവിടെ എന്തെന്നെ വന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പം എനിക്ക് വരുന്നില്ല. അതുപോലെ നമ്മളെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്താണ് നല്ലൊരു മറ്റുള്ളവരുടെ പറച്ചിൽ അത് അവിടെ ഇരുന്നോട്ടെ, പക്ഷേ എനിക്ക് നല്ലൊരു ബോഡി കിട്ടും, നല്ലൊരു ഹെൽത്ത് കിട്ടും അല്ലേ. അപ്പോൾ ഞങ്ങളെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ തന്നെ കുറച്ച് സ്നേഹിക്കുക, നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടൽ നിർത്തി നമുക്ക് വേണ്ടി കുറച്ച് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? ഇനിയിപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ പോയി, എനിക്ക് നടക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും? എനിക്ക് ഡാൻസ് കളിക്കണതാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് പാട്ട് പാടാനാണ് ഇഷ്ടം. ഞാനിങ്ങനെയല്ല, നമ്മൾ ഓരോ തുടക്കങ്ങൾ തുടങ്ങി വെക്കും അല്ലേ. പക്ഷെ നമുക്കത് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ നമുക്കൊരു പേടി ഉണ്ടാവും, നമുക്കൊരു മടി ഉണ്ടാവും. ഇതൊക്കെ മാറ്റി നിർത്തി നമുക്ക് എന്താണോ സന്തോഷം നൽകണമെന്ന് വെച്ചാൽ അതിൽ കൂടെ തന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടും, നല്ലൊരു ബോഡി കിട്ടും, നല്ലൊരു സ്കിന്നിനെ കിട്ടും. ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു പ്രായമാവാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഡിപ്രഷനിലൊക്കെ മുഴുകി ഒരുപാട് ഏജായ പോലെയല്ലേ ഒരു ഇതിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. ഓലോടൊക്കെ എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ
മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുക. ഇതൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ നല്ല രീതിക്ക് വർക്കായതാണ്. നമ്മളെ തന്നെ സ്നേഹിച്ച് മറ്റുള്ളവരുടെ നോക്കാതെ നമ്മളെ തന്നെ സ്നേഹിച്ചൊന്ന്, മറ്റുള്ളവരെ നോക്കാതെ എന്ന് മീൻസ് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ നോക്കാതെ എന്നല്ല ഉദ്ദേശിച്ചത്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാതെ നമ്മളെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവിടെ നമ്മൾ ബോഡിക്കാണെങ്കിലും മാറ്റം വരും, മനസ്സിനാണെങ്കിലും മാറ്റം വരും. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാനിതുപോലെ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.